മഴക്കാലം എത്തിയതോടെ നിങ്ങൾക്കറിയാം നാട്ടിലെങ്ങും പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? സ്വയം ചികിത്സ നടത്താതെ അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. എന്നാൽ വയനാട് പടിഞ്ഞാറേത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ചികിത്സയ്ക്കെത്തിയാൽ ജനങ്ങൾ അതിന് ചിലപ്പോൾ മടിച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാര്യം അവിടെ പോയ ചില പ്രശ്നങ്ങളുണ്ട്. പടിഞ്ഞാറേത്തറയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലും പുറത്തുമായിട്ടാണ്. ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുന്നത്. ചികിത്സയ്ക്കെത്തുന്ന ആളുകൾ മറ്റ് രോഗങ്ങൾ വരുമോ എന്ന ആശങ്കയിലാണ് ഈ ഹെൽത്ത് സെൻ്ററിലേക്ക് എത്തുന്നത്. പടിഞ്ഞാറേത്തറ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ 2010 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഈ ഹാളിൻ്റെ അവസ്ഥ കാണണമെങ്കിൽ ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഹാളിൻ്റെ മേൽക്കൂര തൊടും വിധം ചാക്കുകണക്കിന് മാലിന്യം അടുക്കി സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യ ചാക്കുകൾ. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പുറത്തേക്കും ഇത് നീളുന്നു. ഖരമാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം. ഈ കാഴ്ച പടിഞ്ഞാറത്തറ നഗരത്തിലെ കാപ്പുംകുന്നിൽ നിന്നാണ്. ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്, ഈ കാണുന്ന ഇടം കംപ്ലീറ്റ് ഇപ്പോൾ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമാണ്. ഇതിൻ്റെ ഈ മാലിന്യത്തിൻ്റെ ദ്രവങ്ങളാണ് ഈ ആശുപത്രി പരിസരങ്ങളിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഏറ്റവും ഹൈജീനായി സൂക്ഷിക്കേണ്ട ആശുപത്രി പരിസരം ഇതുപോലെ മാലിന്യങ്ങൾ കൂമ്പാരമായി സംഭരിച്ചു വെക്കുന്ന ഇടമായി മാറിയതിൽ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്. ആശുപത്രി ജീവനക്കാർക്ക് കൊതുക് കൊണ്ട് ഇരിക്കപ്പൊറുതിയില്ല. മഴയ്ക്ക് പിന്നാലെ പകർച്ചവ്യാധി ഭീഷണിയുണ്ട് ജില്ലയിൽ പലയിടത്തും. ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരുമ്പോഴാണ് ഈ വിധം ഒരു മാലിന്യ കൂമ്പാരം ആശുപത്രിക്ക് അടുത്തു കാണുന്നത്. ആശുപത്രിയിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് വന്ന് ഫ്രീ ആയിട്ട് ഇവിടുന്ന് രോഗം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മാലിന്യങ്ങളുടെ സ്ഥിതിയുള്ളത്. കാരണം ഇത് അടിയന്തരമായിട്ട് ഇത് വാരി മാറ്റണം. ഇത് പുറം ലോകം അറിഞ്ഞ ഏറ്റവും കൂടുതൽ മ്ലേച്ഛകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മലയാളി എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിലും വെടിപ്പിൻ്റെ കാര്യത്തിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുകയും ഇത് പെരക്കാത്ത ഈ സാധനം ഇരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നാണ് ഇവിടേക്കുള്ള മാലിന്യം ശേഖരിക്കുന്നത്. ബദൽ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ 24 പറഞ്ഞു. ഗ്രീൻ കേരള കമ്പനിയാണ് മാലിന്യം ഏറ്റെടുക്കുന്നത്. ഇവർ കൊണ്ടുപോകാൻ വൈകുന്നത് മൂലമാണ് ഇത് പുറത്തിടേണ്ടി വരുന്നത്. MCF കെട്ടിടത്തിന്റെ നിർമ്മാണം കാപ്പുംകുന്നിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മാലിന്യം നീക്കും. കമ്മ്യൂണിറ്റി ഹാൾ വികസിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി എന്നതല്ല പ്രശ്നം. അതിനടുത്ത് ഒരു ആതുരാലയം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധി കാലത്ത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങൾ നമ്മോട് പ്രതികരിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് ചാലിയത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. മുത്തേടത്ത് MC ഹനീഫയാണ് മരിച്ചത്. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിന് സമീപം ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയുടെ പ്രതികരണത്തിലേക്ക്. മഴ പെയ്തതിന് പിന്നാലെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പൊതുവെ വയനാട് ജില്ല. ഇതിനിടയിലാണ് ആശുപത്രിയോട് ചേർന്നുള്ള ഈ മാലിന്യ കേന്ദ്ര കാഴ്ച. ഈ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ചോദിച്ചു. ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് മാന്യമായി സംസ്കരിച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ വരുന്ന തലമുറയ്ക്ക് വരെ പ്രശ്നങ്ങളുണ്ടാകുന്ന സാധനമാണ്. ആശുപത്രി മാത്രമല്ല, ഇവിടെ എത്ര രോഗികളാണ് വരുന്നത്? ഒരു പ്രതിദിനം 100 കണക്കിന് രോഗികൾ, പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലമാണ് ഇവിടെ. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ ഈ ഗ്രാമപഞ്ചായത്ത് ഇതിന് ശക്തമായൊരു നടപടി ഉടനടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. അത് ഒരു സംശയവും വേണ്ട. ആതുരാലയമല്ലേ, ഒരു ആതുരാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ആതുരാലയത്തിൻ്റെ അതൊരു സെറ്റപ്പ് വേണ്ടേ. അപ്പോൾ ഇവർ മാലിന്യമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ല കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു മറ്റുള്ള ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാവും. അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം. ഇവിടെ ഈ സാംക്രമിക രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനി അങ്ങനെയുള്ള ഇതെല്ലാം പകരുന്നത് വഴി
ഇത് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോകുന്നതിൽ കാര്യമില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഹെൽത്ത് സെൻ്ററിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് പൂർത്തീകരിക്കണം. അതിൻ്റെ പൂർത്തീകരണം ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്.